കിണർവെള്ളത്തിന്റെ ഗുണനിലവാരം പലപ്പോഴും നമുക്ക് ഈ പലതരങ്ങളിൽ നിന്ന് കിട്ടുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ വേനൽക്കാലമായിരിക്കുന്നു, പലതരത്തിലുള്ള വെള്ളം കിട്ടും, പലയിടങ്ങളിലും വെള്ളം വറ്റിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ കിണർവെള്ളത്തിന്റെ ഗുണനിലവാരം അതെങ്ങനെയാണ് എന്ന് നമുക്ക് പലപ്പോഴും സംശയം വരാറുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിന്റെ ഗുണനിലവാരം സൗജന്യമായി തന്നെ പരിശോധിക്കാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി. മലപ്പുറത്ത് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന മേളയിലാണ് ഈ അവസരം. നമ്മൾ ആ കിണറ്റിൽ നിന്ന് വെള്ളം ശേഖരിച്ച് പരിശോധിച്ചു. അതിൻ്റെ ഫലം അതെന്താണെന്ന് കാണാം. ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ വീണ്ടും പോകും. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. ആ വെള്ളവുമായി ഒരിടം വരെ പോകണം. വെള്ളവുമായി എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ സ്റ്റാളിൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഗുണമേന്മ സൗജന്യമായി തന്നെ പരിശോധിച്ച് അറിയാം. ഹലോ മാം, ഇത് കിണറിനെടുത്ത വെള്ളമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമേന്മ, ഇത് ശുദ്ധമാണോ മലിനമാണോ എന്നൊക്കെ ഒന്ന് അറിയണം. അപ്പോൾ ഇവിടെ നോക്കാൻ പറ്റില്ലേ? ഇവിടെ നമ്മൾ എന്താ വിചാരിച്ചാൽ ഈ ഒരു ഫെസിലിറ്റി വെച്ചിട്ട് EC, pH, ടർബിഡിറ്റി, നൈട്രേറ്റ് അങ്ങനെ ബേസിക്സ് ആണ് നമ്മൾ പരിശോധിച്ച് നൽകുക. അല്ലാതെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെങ്കിൽ നമ്മളെ ലാബുകളിൽ ശുദ്ധമാണോ എന്ന് ഇവിടുന്ന് അറിയാം. ശുദ്ധമാണോ എന്ന് അറിയാന്ന് പറഞ്ഞാൽ pH അങ്ങനെ നമുക്ക് കൂടുതൽ ടെസ്റ്റുകൾ വേണമെങ്കിൽ ഞങ്ങളുടെ 6 ലാബുകളുണ്ട്. ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അല്ല, അത് pH കുറവാണ് ഇതിൽ കാണിക്കുന്നത്. pH ലോ ആണ്. അപ്പോൾ നമ്മളതിന് ഇത്തള് കലക്കിയിട്ട് നമ്മൾ എത്ര വെള്ളമാണോ ഉള്ളത് അതിനനുസരിച്ച് ഇപ്പോൾ 5000 ലിറ്ററിന് ഒരു 500 ഗ്രാം എന്നുള്ളതിൽ ഇട്ടാൽ മതി, ഇട്ടാൽ മതി. അപ്പോൾ ഒരു 6 മണിക്കൂർ അത് കലക്കിയിട്ട് അതിൻ്റെ തെളി ഒഴിക്കുക. അപ്പോൾ അത് pH നമുക്ക് ഇൻക്രീസ് ആവും. കൊണ്ടുവന്ന വെള്ളം അത് കുടിവെള്ളത്തിന് യോഗ്യമല്ല എന്നുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം അത് ശുദ്ധമാണോ എന്ന് അറിഞ്ഞു തന്നെ ഉപയോഗിക്കാം. അതിനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഈ എൻ്റെ കേരളത്തിൽ ജല അതോറിറ്റി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.